മാതാപിതാക്കളുടെ കൂടെ കുട്ടികൾ സഞ്ചരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു. കാരണം വെച്ചാല് അവരും ഒന്നും അറിയാതെ ഈ പൊടികൾ ശ്വസിച്ചിട്ടാണ് ഈ ഒരു വഴി വരണത്. തൃശ്ശൂർക്കാർക്കറിയാം, തൃശ്ശൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് റോഡ് പണി നടന്നു വരികയാണ്. മെയിനായിട്ട് ഞാൻ 2 വീലർ, ഓട്ടോറിക്ഷ, ബസ്സിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് മെയിനായിട്ട് തൃശ്ശൂർ പുഴയ്ക്കൽ മുതൽ അമല ഹോസ്പിറ്റൽ വരെയുള്ള ഭാഗങ്ങൾ, അതായത് അക്ഷയ ഹോട്ടൽ, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, ശോഭ സിറ്റി, മുതുവറ, ഈ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ തന്നെ റോഡ് പൊളിച്ചു പണിയുന്ന കാരണം നല്ല പൊടി എന്ന് വെച്ചാൽ നല്ല ടാറിന്റെ പൊടിയും അത് മാത്രമല്ല മണ്ണിന്റെ പൊടിയും എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് മാസ്ക് ധരിക്കാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. അല്ല, മാസ്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർച്ചീഫെങ്കിലും മുഖത്ത് കെട്ടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ പൊടി ശ്വസിച്ചു കഴിഞ്ഞാൽ കുറെ അസുഖങ്ങൾ വരാം. ഞാൻ ഇത് ആരും വെക്കാത്തത് കൊണ്ടാണ്, ഞാൻ ഡെയിലി പോകുന്ന ഒരു യാത്രകനായതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല ഈ വഴിയല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിശ്ചിത സ്ഥലത്തേക്ക് പോകാൻ വേറെ വല്ല മാർഗം, വേറെ വഴികൾ ഉണ്ടെങ്കിൽ ആ വഴി തിരഞ്ഞെടുക്കാൻ ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം വെച്ചാല് ഇന്നലെ കണ്ട ഒരു ഇൻസിഡന്റ് ആണ്. ഒരു ആംബുലൻസ് 3-4 മിനിറ്റോളം ആ ഒരു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടില് സ്റ്റക്കായി നിന്നു. അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു രോഗി പലവട്ടം എഴുന്നേറ്റ് നിൽക്കണത് ഞാനൊരു ബൈക്ക് യാത്രികൻ എന്ന നിലയ്ക്ക് ഞാനത് കാണുകയായിരുന്നു. കാരണം ഒരു കാര്യം ചെയ്യാനില്ല. അങ്ങനെ അവിടെയുള്ള ആളുകളൊക്കെ സഹകരിച്ചും ബസ് കണ്ടക്ടേഴ്സും അവിടെയുള്ള മറ്റ് യാത്രക്കാരൊക്കെ സഹായിച്ചിട്ടാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിക്കൂടെ വന്നിട്ടാണ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈ 2 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പുഴയ്ക്കൽ മുതൽ അമല ഹോസ്പിറ്റൽ വരെ യാത്ര ചെയ്യുന്ന വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്യൂ. ജസ്റ്റ് ഒന്ന് മാസ്ക് ധരിക്കുക, അല്ലെങ്കിൽ വേറൊരു വഴി കൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ പറ്റുമെങ്കിൽ ആ ഒരു വഴി ചൂസ് ചെയ്യുക, താൽക്കാലികമായിട്ടുള്ള ഈ റോഡ് പണി നടക്കണ വരെ. അപ്പോൾ ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് കണക്കിലെടുക്കണമെന്ന് ഞാൻ പ്രത്യേകമായി പറയാണ്. അത്ര തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രം റിച്ച് വോയിസ്.